ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, തമിഴിൽ കണ്ടിട്ട് വന്നപ്പോൾ ട്രിപ്പാണെന്നാണ് വിചാരിച്ചത്, ഇതെന്താ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ ട്രിപ്പ് പോയതിനെ പറ്റിയിട്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് നടത്താനുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് DM ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ വന്ന കാര്യം എന്തായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം നമ്മളെല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ എന്നാൽ കൂടി നമുക്കറിയില്ല നമ്മൾ പോയിട്ട് വന്നത് സേഫായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അതാണ് ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തത്. ഏകദേശം 1 വീക്കിന് മേലെയായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ പോയ എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല, പനിയോ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ സേഫായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരു കുഞ്ഞാവ ഉണ്ടായിരുന്നു, കുഞ്ഞാവയല്ല, ഒരു 5 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്കും നമ്മുടെ കൂടെ വന്നിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കും വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു പോയതിൻ്റെ വീഡിയോസൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ തന്നെ സേഫ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തിട്ട് അധികം ആളും ബഹളവും തിരക്കും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോയത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നൊരവസ്ഥയല്ല ഇപ്പോൾ. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡെത്ത് റേറ്റ് ആണെങ്കിലും കോവിഡ് കേസസ് ആണെങ്കിലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ പോവാം. കുഞ്ഞു കുട്ടികൾക്കും അത്യാവശ്യം സേഫായിട്ടും ഒരു എൻവയോൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അത്ര ആളും ബഹളവും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം നമുക്ക് വളരെ നല്ല മാനേജ്മെൻറ്റും എല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം നമുക്ക് എന്തായാലും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വിശദമായിട്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പോയതിൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് പോയത്, ഞാനല്ല കേട്ടോ, അച്ഛനാണ് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അച്ഛനാണ് പ്ലാൻ ചെയ്ത് നമ്മൾ പോയത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൂടി ചോദിച്ചിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യാൻ മാത്രമുള്ള ഡൗട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ അപ്കമിങ് വീഡിയോസിൽ എവിടെയെങ്കിലും നമുക്കിത് മെൻഷൻ ചെയ്യാം, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എവിടെ പോയാലും സേഫായിട്ട് പോവാം. നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, നമ്മുടെ കൂടെ വരുന്നവരുടെ സേഫ്റ്റിയും കൂടി നമ്മുടെ കയ്യിലാണെന്ന് ഓർത്തിട്ട് വേണം പോവാൻ. പിന്നെ മാക്സിമം മാസ്കൊക്കെ യൂസ് ചെയ്യുക. വീഡിയോയിൽ കാണാം ഞങ്ങളാരും അങ്ങനെ അധികം മാസ്ക് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഞങ്ങളല്ലാതെ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. പിന്നെ മാസ്ക് ആൾക്കാർ കൂടുന്നിടത്ത് ഞങ്ങൾ മാസ്ക് വെച്ചു. പക്ഷേ നമ്മൾ നടക്കുമ്പോഴും ഒക്കെ മാസ്ക് വെക്കുന്നത് അത്ര നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മാസ്ക് കുറേ അടുത്ത് വെക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യും, അങ്ങനെയല്ല പോയത്, മാസ്ക് വെച്ചിട്ടില്ല, അതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി ഇതെല്ലാം പറഞ്ഞത്. പിന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സംസാരിച്ച സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളിവിടെ നിർത്തിയേക്കാണ് കേട്ടോ. എല്ലാവർക്കും ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. പിന്നെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്, അപ്പോൾ അവർക്കും ഒരു റിലാക്സ് ആവണമല്ലോ. അപ്പോൾ നമ്മളിവിടെ നിർത്തിയേക്കാണ്. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം കാലൊക്കെ കഴുകി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ തിരിക്കണം. നമുക്ക് ഈ റൂട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി വന്ന റൂട്ട് കുറച്ച് തിരിച്ചു പോയിട്ട് അവിടുന്ന് വേണം പോവാൻ.
കാത്തു കാത്തു പല്ലല്ലേ എന്തി കാത്തു? ചോക്ലേറ്റ് കഴിച്ച് പോയല്ലേ? പിന്നെ അതൊക്കെ എന്ത് ഇതേ എല്ലാം ബ്രൗൺ കളറിലായിരിക്കുന്നത്. അതൊക്കെ എന്ത് ചോക്ലേറ്റ് കഴിച്ച് പോയി അല്ലേ? അല്ല കാത്തു പോയി അല്ലേ കാത്തു? അല്ല ഇവിടെ വന്ന് ദേ ഈ പുഴ കണ്ടപ്പോഴാണ് എല്ലാവരും ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട്. ദേ അപ്പം നമ്മൾ റൂമിലെത്തിയേക്കാണ്. റൂമല്ല, ശരിക്കും ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇവിടെ 2-3 മുറികളുണ്ട്. എല്ലാം വളരെ ക്ലീൻ ആയിട്ടുള്ള റൂംസാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ് ഉള്ളത്. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് വാഷ്റൂം യൂസ് ചെയ്യാനും ഫ്രഷ് ആവാനും ഒക്കെ പോവുകയാണ്. ഇനി എല്ലാവർക്കും ഒരൊറ്റ ഇതേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അവിടെ പോയി പുഴയിൽ പോയി കുളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ദേ അവിടെ ആ കണ്ടതാണ് ലിവിങ് റൂം. അവിടെ നമുക്ക് TV-യും ഡൈനിങ് ടേബിളും ഒരു സോഫ സെറ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ ഈ റൂമിലെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേ തീരുമാനിച്ചു ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി ഇവിടെ കിടക്കത്തുള്ളെന്ന്. അപ്പോൾ നല്ല റൂമാട്ടോ, നല്ല ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ്സാണ്. പിന്നെ ദേ ഞങ്ങളിപ്പോൾ ദേ പുഴയിൽ കുളിക്കാൻ പോവാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ആൻറ്റിയും അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റിയും നമ്മുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത്ര ധൈര്യത്തിൽ ഇറങ്ങിയത്. അല്ലാതെ ആരുമില്ലാതെ പോയി നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം സേഫായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. നമ്മളെവിടെ കുളിച്ച കാത്തു? ഇവിടെ അവിടെയാന്ന് കുളിച്ചേ? ഇത് ഇഷ്ടായോ? എത്ര ഇഷ്ടായി? എന്തു കഴിക്കുന്നേ കാത്തു? ഇതാണ് അപ്പം നമ്മുടെ ഹോം സ്റ്റേയുടെ പേര്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എവിടെയാണ് നമ്മൾ താമസിച്ചതെന്നുള്ളത്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. ഞങ്ങളപ്പോൾ പതുക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയൊരു ചിൽ മോഡിലേക്ക് പോവാണ്. ഇതായിട്ട് ഇവിടുത്തെ റൂമൊക്കെ വളരെ സ്പേഷ്യസ് റൂമാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നമ്മുടെ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ട്രിപ്പ് ഭയങ്കര ബോറായിരിക്കും. പക്ഷേ അവർ നമ്മുടെ ഒരു വേവ് ലെങ്ത് ആണെങ്കിൽ, അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, നമ്മുടെ സെയിം വേവ് ലെങ്ത് ആണെങ്കിൽ ട്രിപ്പ് അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു ഞങ്ങൾക്കിത്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നമ്മുടെ എല്ലാ ഗെറ്റ് ടുഗദറിനും ഉള്ള സെയിം ഗെയിമാണ് ഡംഷറാട്സ്. അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഒരു ചില്ലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സമയമൊന്നും ആയിട്ടില്ല, പക്ഷേ
പുഴയിലിറങ്ങി കുളിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് എത്തി. ചപ്പാത്തി, ചോറ്, സാമ്പാർ, മീൻകറി, പിന്നെ പപ്പടം, തോരൻ, മീൻ വറുത്തത്, അച്ചാർ, പിന്നെ മോര്, പച്ചടി. ഇത്രയായിരുന്നു കൂട്ടാൻ. നല്ല അടിപൊളി ഡിന്നറായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ അവരോട് നമ്മുടെ മെനു പറഞ്ഞാൽ മതി, അവരങ്ങനെ ചെയ്തു തരും. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ എണീറ്റു. അവർ രണ്ടുപേരും ഉറക്കമാണ്. ഞാനും ദേവും അനിയത്തിയും കൂടിയാണ് കിടന്നത്. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ എണീറ്റു. അപ്പോൾ ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഓടിപ്പോയി ചായ ഇടിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ നമ്മൾ എണീറ്റ് ചെല്ലുമ്പോൾ ചായ കിട്ടുന്ന പോലെ തന്നെ നമുക്കവിടെ അടുക്കള യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ രാവിലെ അമ്മയാണോ ആൻറ്റിയാണോ എന്നറിയില്ല, ആരോ ചായ ഇട്ട് വെച്ചു. ഞങ്ങൾ ചായ എടുത്തിട്ട് ഇപ്പോൾ അവിടെ പോയിരുന്ന് കുടിക്കാം എന്നുള്ള ഇതിൽ നടക്കുകയാണ്. ഞാൻ ആ ഒരു സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. എന്ത് രസമാണെന്നറിയോ കേൾക്കാൻ. രാവിലെ തന്നെ അമ്മയ്ക്കും ആൻറ്റിക്കും പ്രാന്തായിരുന്നു. അവർ രാവിലെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇറങ്ങിയില്ല. കാരണം നല്ല തണുപ്പല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ കുളിക്കുന്ന ശീലം ഇല്ലാത്തത് കൊണ്ടും തണുപ്പായതുകൊണ്ടും ഞാൻ കുളിച്ചില്ല. എന്നിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും മുട്ടക്കറിയും, പിന്നെ ഇടിയപ്പം വേണ്ടാത്തവർക്ക് അപ്പവും മുട്ടക്കറിയും. അതൊക്കെ രാവിലെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ വലിയ റേറ്റൊന്നുമില്ല കേട്ടോ. റേറ്റൊന്നും അധികമൊന്നുമില്ല. സാധാരണ ഹോം സ്റ്റേയുടെ അത്രയൊന്നും റേറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിനി രാവിലെ തിരിക്കട്ടെ കേട്ടോ. എന്നാലേ നമ്മൾ ഉച്ചയാകുമ്പോഴെങ്കിലും എത്തത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ അടുത്ത പാട്ടായിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.